ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാനിപ്പോൾ ഉള്ളത് വെക്സ്ഫോർഡിലാണ്. വെക്സ്ഫോർഡിൽ ജോൺസ് ടൗണിൽ ഇവിടുത്തെ ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ളതാണ് ജോൺസ് ടൗൺ ക്യാസിൽ. സോ ആ ഒരു ക്യാസിൽ കാണാനായിട്ടാണ് ഞങ്ങളിപ്പോൾ വന്നിരിക്കുന്നത്. ഏതൊരു ക്യാസിൽ എടുത്ത് നോക്കിയാലും അതിൻ്റെ എൻട്രൻസിൽ ഒരു ഗിഫ്റ്റ് ഷോപ്പ് കാണും. ആ ഒരു ഗിഫ്റ്റ് ഷോപ്പാണ് നിങ്ങളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിനോട് ചേർന്നൊരു പീകോക്ക് കഫേയും ഉണ്ട്. എന്തുകൊണ്ട് പീകോക്ക് കഫേ എന്ന് പേര് കിട്ടാൻ കാരണം ഇവിടെ കൂടുതലും ഉള്ളത് പീകോക്കാണ്. അതൊക്കെ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ക്യാസിലിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോഴത്തേക്ക്. എന്നാൽ നമുക്ക് കയറിയാലോ? ചെറിയൊരു എൻട്രി ടിക്കറ്റ് ഉണ്ട്. അങ്ങനെ നമ്മൾ ക്യാസിലേക്ക് കയറുവാണ്. കയറുന്ന വഴി നമുക്ക് കാണാം സൈഡിലായിട്ട് ജോൺസ് ടൗൺ മ്യൂസിയം ഉണ്ട്, അതേപോലെ തന്നെ കാസിൽ ആൻഡ് ഗാർഡൻസും ഉണ്ട്. ഇപ്പം നമ്മൾ പോകുന്നത് കാസിൽ ആൻഡ് ഗാർഡൻസിലേക്കാണ്. കാരണം മ്യൂസിയത്തോട് എനിക്ക് അത്ര വലിയ ഇൻട്രസ്റ്റ് ഇല്ല. അതുകൊണ്ട് നമ്മൾ സ്ട്രെയിറ്റ് കാസിലിലേക്കാണ് പോകുന്നത്. ഭയങ്കര എക്സൈറ്റഡ് ആണ് കാസിലിലേക്ക് പോകാൻ. കാരണം നിങ്ങൾക്കറിയാലോ, ഓരോ കാസിലിനും ഓരോ സ്റ്റോറിയുണ്ട്. ഈ കാസിലിൻ്റെ സ്റ്റോറി എന്തായിരിക്കും അതറിയാനാണ് ഞങ്ങൾ കൂടുതൽ എക്സൈറ്റഡ് ആയിട്ടിരിക്കുന്നത്. നമ്മൾ നടക്കുന്ന വഴിയിലൊക്കെ ഒത്തിരി പീകോക്ക് ഉണ്ട്. നമ്മൾ ആദ്യം കണ്ട ഗിഫ്റ്റ് ഷോപ്പിൽ പീകോക്ക് ഫുഡൊക്കെ അവൈലബിൾ ആണ്. അപ്പം താല്പര്യമുള്ളവർക്ക് അതൊക്കെ വാങ്ങിച്ചിട്ട് ഈ പീകോക്കിനെയൊക്കെ നമുക്ക് ഫീഡ് ചെയ്യാവുന്നതാണ്. പീകോക്ക് മാത്രമല്ല, പ്രാവും താറാവും ഒക്കെ ഉണ്ട്. ഫാമിലിയോടൊപ്പം ഒരു വോക്കിങ്ങിന് വരാൻ പറ്റിയ ഒരു സൂപ്പർ സൈറ്റാണിത്. ഫാമിലി ഇല്ലാതെ നിങ്ങൾക്ക് വോക്കിങ്ങിന് വരാം. ഇവിടെ ഒത്തിരി പേര് ഡോഗ്സൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. മേ ബി ഇവർ പലരും അടുത്തൊക്കെ താമസിക്കുന്നതായിരിക്കും, ഇടയ്ക്കിടയ്ക്ക് നടക്കാൻ വരുന്നതായിരിക്കും. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വരുമ്പോഴത്തേക്ക് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ എൻട്രി ഫീസ് കൊടുക്കേണ്ടതെന്ന്. നമ്മൾ ഒരു തവണ എൻട്രി ഫീസ് എടുത്താൽ മതി. പിന്നെ നമുക്ക് എത്ര തവണ വേണേലും ആ ഒരു ടൈം ലിമിറ്റിൻ്റെ അകത്ത് നമുക്ക് ഈ കാസിൽ വിസിറ്റ് ചെയ്യാം. കാസിലേക്കുള്ള വഴി കൂടെയാണ് നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ആക്ച്വലി വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പ്ലേസാണ്. അതിന് ഫ്രണ്ടിലായിട്ടൊരു ലേക്കൊക്കെ ഉണ്ട്. നമുക്ക് ഒരു റൂട്ട് മാപ്പൊക്കെ അവർ തരും. അപ്പോൾ നമുക്ക് തന്നെ കാസിലിന് ചുറ്റുമുള്ള ഓരോ കാര്യങ്ങൾ കണ്ടുപിടിച്ച് നടക്കാവുന്നതാണ്. അതും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യമാണ്. കാസിലേക്ക് നമ്മളൊരു ഗൈഡഡ് ടൂർ പാക്കേജാണ് എടുത്തത്. അപ്പോൾ നമുക്ക് ആ ഒരു ഫെസിലിറ്റി കാസിലിൻ്റെ ഫ്രണ്ടിൽ വെച്ച് നമുക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ കാസിലിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങളും ആ ഒരു കാസിലിൻ്റെ സ്റ്റോറിയൊക്കെ നമുക്കൊരു ഗൈഡ് പറഞ്ഞു തരും. ഇതാണ് കാസിലിൻ്റെ ഫ്രണ്ടിലെ ആ ലേക്ക്. ഇനി നമ്മൾ കാത്തിരുന്ന ആ മനോഹരമായിട്ടുള്ള കാസിലാണിത്, ജോൺസ് ടൗൺ കാസിൽ. ഇത് ഒത്തിരി വലിയ കാസിലൊന്നുമല്ല, എന്നാൽ ഒട്ടും ചെറിയ കാസിലും അല്ല. സ്റ്റിൽ ഈ കാസിൽ കുറച്ചുകൂടെ മനോഹരമാക്കാനായിട്ടുള്ള പണികളൊക്കെ അവിടെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു ഞങ്ങൾ ചെന്നപ്പോഴും. നമ്മളിവിടെ വന്നിരിക്കുന്ന ടൈം എന്ന് പറയുന്നത് 11:25 സോ 11:30 ഗൈഡഡ് ടൂർ സ്റ്റാർട്ട് ചെയ്യും. ഗൈഡഡ് ടൂർ പല ടൈമിലായിട്ടാണ്. ആ ടൈമൊക്കെ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. കാസിലിന് ചുറ്റും പീകോക്സ് നടപ്പുണ്ട്. ഞാൻ ഒരു തവണ പീകോക്കിനെ കാണിച്ചുകൊണ്ടാണ് വീണ്ടും നിങ്ങളെ കാണിച്ചിനി ബോറടിപ്പിക്കേണ്ടെന്ന് വിചാരിച്ചാണ് കാണിക്കാത്തത്. ഇപ്പോൾ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് കാസിലിൻ്റെ ഫ്രണ്ടിലേക്കാണ്. കാരണം അവിടെയാണ് ഗൈഡഡ് ടൂർ സ്റ്റാർട്ട് ചെയ്യുന്നത്. നടന്ന് ഇപ്പോഴേ ടയേർഡായി. കാസിലിലേക്ക് കയറുമ്പോൾ കുറച്ചുകൂടെ മടുക്കുമോ എന്നൊരു ഡൗട്ടുണ്ട്. ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഒരു ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ടിക്കറ്റ് വെച്ച് ഫുൾ ഡേ എത്ര തവണ വേണേലും വിസിറ്റ് ചെയ്യാം. ഇപ്പോൾ ഇടയ്ക്കൊക്കെ നടക്കാനായിട്ടൊക്കെ ഇവിടെ അടുത്തുള്ളവർക്കൊക്കെ നല്ലതാണ്. വന്ന് ഇടയ്ക്കിടയ്ക്ക് നടന്നിട്ട് പോകാം. അത്യാവശ്യം നല്ല രീതിയിൽ വോക്ക് ചെയ്യാനായിട്ടൊക്കെ ഉള്ളൊരു സ്പേസ് ഉണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞ ടൈം കാണിച്ചു തരാമെന്ന് പറഞ്ഞത്. മെയ് ടു സെപ്റ്റംബറിലുള്ള ടൈമിങ്ങും ഒക്ടോബർ ടു ഏപ്രിലുള്ള ടൈമിങ്ങൊക്കെ അതിൽ കാണിച്ചിട്ടുണ്ട്. സോ ഇതാണ് നമ്മുടെ ഗൈഡ് സ്റ്റോറിയൊക്കെ പറഞ്ഞു തുടങ്ങി. അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് ഉള്ളിലേക്ക് ഇനി വീഡിയോസ് എടുക്കാൻ പറ്റത്തില്ല, പക്ഷേ ഫോട്ടോസ് അലൗഡാണ്. അപ്പോൾ ഞാൻ കുറച്ച് ഫോട്ടോസൊക്കെ നിങ്ങളെ കാണിച്ചു തരാം. ആദ്യം നമ്മൾ കയറി ചെല്ലുന്നത് ഒരു ചെറിയ ലിവിങ് റൂമിലേക്കാണ്. അവിടെ പൈൻ വുഡ് കൊണ്ടുള്ള കുറച്ച് ആർട്സൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അവിടുത്തെ കസേരകളും പകുതിയും പൈൻ വുഡാണ്. അപ്പോൾ അങ്ങനെയുള്ള കസേരയിലൊന്നും നമുക്ക് ഇരിക്കാൻ അലൗഡല്ല. പക്ഷേ എല്ലാ റൂമിലും നമുക്ക് വേണമെങ്കിൽ ഇരിക്കാനായിട്ടുള്ള ചെയർസൊക്കെ ഇട്ടിട്ടുണ്ട്. ഞാനിതിൽ കുറച്ച് റാൻഡം ക്ലിക്സ് ആഡ് ചെയ്തിട്ടുണ്ട്. കാസിലിൽ എന്നെ അത്ഭുതപ്പെടുത്തിയത് ഇതാണ്. ഒന്നുമല്ല, ഈ ബുക്ക് ഷെൽഫ്. ഇതിൽ ഹാഫ് മാത്രമേ ബുക്ക് ഷെൽഫുള്ളൂ. ബാക്കി ഒരു സീക്രട്ട് റൂമാണ്. എന്നാൽ അത് ഒറിജിനൽ ബുക്ക് ഷെൽഫ് പോലെ തന്നെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. നമുക്കത് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. അതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇത് ഡൈനിങ് ഹാളാണ്. ഇവിടാണ് സ്റ്റോറി സ്റ്റാർട്ട് ചെയ്യുന്നത്. അവിടെ ഒരു വലിയ ഫോട്ടോ ഫ്രെയിം വെച്ചിട്ടുണ്ട്. ഇത് ആക്ച്വലി ഒറിജിനൽ ഫോട്ടോയാണ്. അന്നത്തെ ഈ കാസിലെ യഥാർത്ഥ ഓണേഴ്സ് ഇവരാണ്. സോ ഇവർക്ക് ശേഷം ഇവരുടെ മക്കളുടെ മക്കളായിട്ട് ഇങ്ങനെ തലമുറകളായിട്ട് കൈമാറി വന്നതാണ് ഈ കാസിൽ. ഇതിൻ്റെ ഇടയ്ക്ക് ഒത്തിരി ട്രാജഡീസ് ഉണ്ട്.
ഇതിൽ പലരും വളരെ യങ് ഏജിലാണ് മരിച്ചു പോയിരിക്കുന്നത്. ഈ സ്റ്റോറി കേട്ട് കഴിഞ്ഞാൽ തന്നെ നമുക്ക് തോന്നും ഈ കാസിലിൽ എന്തോ കേഴ്സുണ്ടെന്ന്. ആ തലമുറയിലെ ലാസ്റ്റത്തെ ആളും മരണത്തിൽ നിന്ന് കഷ്ടിക്ക് രക്ഷപ്പെട്ടതുകൊണ്ട് അയാൾക്ക് മനസ്സിലായി ഈ കാസിലിൽ എന്തോ കേഴ്സ് ഉണ്ട്. അതുകൊണ്ട് അയാളാണ് ഈ ഒരു കാസിൽ ഐറിഷ് ഹെറിറ്റേജ് ട്രസ്റ്റിന് കൊടുത്തത്. എഡ്യൂക്കേഷൻ ആൻഡ് അഗ്രികൾച്ചർ പർപ്പസിനാണ് കൊടുത്തത്. ഇപ്പോൾ കാണുന്നത് കാസിലിലെ ഒരു ബെഡ്റൂമാണ്. സോ ഞാൻ ആ ഒരു ഫോട്ടോയും കൂടെ ജസ്റ്റ് ആഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്കൊരു ഐഡിയ കിട്ടാനായിട്ട്. ഇത് കാസിലിലെ സെർവൻസിൻ്റെ ഡൈനിങ് റൂമാണ്. കിച്ചണും ഇതിനോട് ചേർന്നുണ്ട്. ഇത് അവരുടെ പിക്സാണ്. സോ ഇതാണ് കിച്ചൺ. കാസിലിലെ ട്രാജഡി സ്റ്റോറിയൊന്നും ഷെയർ ചെയ്ത് ഞാൻ സ്പോയിലർ ഉണ്ടാക്കുന്നില്ല. നിങ്ങളവിടെ പോയി കാണുക. ഒരു ഗൈഡഡ് ടൂറൊക്കെ എടുക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്കും ആ കാസിലിലെ സ്റ്റോറി മനസ്സിലാകും. കാസിലിലെ സ്റ്റോറി കേട്ടപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായ ഒരു കാര്യമെന്ന് പറയുന്നത് കാശുണ്ടായിട്ടും കാര്യമില്ല, അനുഭവിക്കാനും യോഗം വേണം. ഇത് കാസിലിലെ കിച്ചണിനോട് ചേർന്നിരിക്കുന്ന ഒരു അണ്ടർഗ്രൗണ്ട് കേവാണ്. അതിലൊരു വൈൻ സ്റ്റോറിങ് സ്പേസ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. എനിവേ ഇതോടെ നമ്മുടെ കാസിൽ ടൂർ കഴിഞ്ഞു. ഇതേ നമ്മൾ തിരിച്ച് വന്ന വഴിക്ക് തന്നെ വീട്ടിലേക്ക് മടങ്ങുകയാണ്. അപ്പോൾ ഇത്രയും നേരം എന്നെ സഹിച്ച എല്ലാവർക്കും നന്ദി. ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.